ഇസ്രയേലിൽ അഭിഷേകം ചെയ്യപ്പെട്ട രാജാവും അവൻ്റെ സൈന്യവും ഒരു മല്ലൻ ഗോലിയാത്തിനെതിരെ വിറച്ചു നിൽക്കുക. അവനെതിരെ യുദ്ധം ചെയ്യാൻ പേടിച്ചിട്ട് അവർ പിന്മാറിപ്പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ അവിടെ ദാവീദ് കടന്നു വരുന്നു. ദാവീദ് എന്തിനാ കടന്നു വരുന്നത് നമുക്കറിയാം. സഹോദരന്മാർക്ക് ആഹാരം കൊടുക്കുവാനും അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുവാനും അവിടെ കടന്നു വരുന്ന ദാവീദും വാക്ക് കേൾക്കുക. 40 ദിവസം ഈ മല്ലനായ ഗോലിയാത്ത് പറയുന്ന വാക്ക് കേട്ടിട്ട് ഈ ശൗലിനോ ഈ സൈന്യത്തിനോ ഒരു തോന്നലും ഉണ്ടാകാത്ത ആ സ്ഥലത്ത് ഒറ്റത്തവണ കയറി വന്ന ആദ്യത്തെ തവണ തന്നെ ഒരു വാക്ക് കേൾക്കുന്നു. അത് ഈ ദാവീദിന് ഉൾക്കൊള്ളാനേ പറ്റത്തില്ല, സഹിക്കാനേ പറ്റത്തില്ല. എന്താണ് വാക്ക്? എന്നിട്ട് അവൻ പറയുക, ജീവനുള്ള ദൈവത്തിൻ്റെ സേനയെ നിന്ദിക്കുവാൻ ഇവനാർ. അപ്പോൾ 40 ദിവസം ദൈവത്തെ നിന്ദിക്കുന്ന വാക്ക് കേട്ടിട്ടും അഭിഷേകം ചെയ്യപ്പെട്ട രാജാവിനും അവിടുത്തെ സൈന്യത്തിനും ഒന്നും തോന്നാതിരുന്ന സാഹചര്യത്തിൽ ഒറ്റത്തവണ കേട്ടപ്പോൾ ഇവന് അവൻ്റെ ഹൃദയത്തിൽ വൈരാഗ്യം തോന്നുന്നു. അവൻ പറയുന്നു, എൻ്റെ ദൈവത്തെ നിന്ദിക്കുവാൻ ഇവൻ ആരെന്ന് ചോദിക്കുന്നു. എന്താണ് ഇതിനകത്തുള്ള വ്യത്യാസം? വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം. ശൗൽ സൈന്യവും ദൈവത്തെ ദൈവമാക്കി കണ്ടതുകൊണ്ട് അവർക്ക് അതിനകത്ത് ഒരു ഫീലിങ്സും ഉണ്ടായില്ല. അവർ പേടിച്ച് വിറച്ച് നിൽക്കുക. അവർ കാണുന്ന പ്രശ്നത്തെ വലുതായി കണ്ടു. എന്നാൽ ദാവീദ് ദൈവത്തെ ദൈവമായിട്ടല്ല കണ്ടത്. ദാവീദ് ദൈവത്തെ അപ്പനായി കണ്ടു. അവൻ്റെ അപ്പനായ ദൈവത്തെ നിന്ദിക്കുന്നത് കേട്ടപ്പോൾ അവന് താങ്ങാൻ കഴിഞ്ഞില്ല. കാരണം അവൻ്റെ ലോകപരമായുള്ള അപ്പൻ അവനെ മറന്നുപോയ സാഹചര്യത്തിലും അവൻ്റെ സഹോദരന്മാർ അവനെ ഒറ്റപ്പെടുത്തിയ സാഹചര്യത്തിലും അവൻ്റെ ആടുകളുടെ കൂടെ സഞ്ചരിച്ചപ്പോൾ ഈ ദൈവത്തെ രുചിച്ചു നോക്കി അവൻ്റെ സാഹചര്യത്തിൽ ദൈവത്തെ അപ്പനാക്കി മാറ്റി. സിംഹങ്ങൾ കടന്നു വന്നപ്പോൾ, കരടികൾ കടന്നു വന്നപ്പോഴും ഈ അപ്പൻ്റെ സഹായത്താൽ അവൻ ജയം നേടി. അങ്ങനെ അവൻ്റെ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ അവൻ ഒറ്റയ്ക്കിരുന്നപ്പോൾ ഈ അപ്പനെ രുചിച്ചു നോക്കിയതുകൊണ്ട്, അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ സ്ട്രോങ് ആയതുകൊണ്ട് ഈ അപ്പനെ നിന്ദിക്കുന്നത് കേട്ടപ്പോൾ ദാവീദിന് സഹിച്ചില്ല. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ അവനെ കൊല്ലും. ഇവനാരാ എൻ്റെ ദൈവത്തെ നിന്ദിക്കുവാൻ? ഈ ഒരു തീഷ്ണത ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയി. കാരണം ഒന്നേ ഉള്ളൂ, ദൈവത്തെ ദൈവമായിട്ട് കാണുന്നു. ആവശ്യത്തിന് മാത്രം ദൈവത്തെ ഉപയോഗിക്കുന്നവരായിട്ട് ഒരു ക്രിസ്ത്യാനിയായിട്ട് നാം മാറി. എന്നാൽ ദാവീദിനുള്ള തീഷ്ണത ദൈവത്തെ അപ്പനാക്കി കണ്ടതുകൊണ്ട് ഓരോ മകനും അപ്പനെ നിന്ദിക്കുവാൻ സമ്മതിക്കത്തില്ല. ആ ഒരു ഫീലിംഗാണ് ഇവിടെ ഉണ്ടായത്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഈ ഗോലിയാത്തിൻ്റെ പൊക്കോ വണ്ണവോ എന്നും എനിക്ക് പ്രശ്നമില്ല, ഞാൻ അവനെ കൊല്ലും, എൻ്റെ അപ്പനെ നിന്ദിച്ചവനെ ഞാൻ വെറുതെ വിടത്തില്ല എന്നുള്ള വൈരാഗ്യത്തോടെ ഗോലിയാത്തിനെ ഒന്ന് ജയം എടുക്കുന്ന ദാവീദെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മളൊരു ക്രിസ്ത്യാനിയായിട്ട് ദൈവത്തെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാതെ ദൈവത്തെ അപ്പനായി കണ്ട് ദൈവത്തെ രുചിച്ചു നോക്ക്, ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിക്കുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കും.